തുടർ ഭരണത്തിലേക്ക് പിണറായി വിജയൻ കടക്കുമോ അല്ലെങ്കിൽ LDF സർക്കാർ കടക്കുമോ എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ചൂണ്ടുപലക അത് KN ബാലഗോപാൽ ഇന്ന് അവതരിപ്പിക്കുന്ന ഈ ബജറ്റായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം, അതുപോലെ പെൻഷൻ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുക, ഒപ്പം മറ്റു പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളാണ് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനം. ബജറ്റും കയ്യിലേന്തി അദ്ദേഹം വരികയാണ്. നിയമസഭയിലേക്ക് അദ്ദേഹം കുടുംബസമേതം പ്രവേശിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. SKN മൂന്നാം LDF സർക്കാരിന്റെ തല വരെ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ആ പെട്ടിയിലാണെന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അത്ര കണ്ട് നിർണായകമാണ് ഇന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ഈ അവസാനത്തെ ബജറ്റ്, അദ്ദേഹത്തിന്റെ 6ാമത്തെ ബജറ്റ്. അതേത് വിധത്തിലായിരിക്കും? സംസ്ഥാനത്തെ നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇടപെടലാണ് കഴിഞ്ഞകാല ബജറ്റുകളിലെല്ലാം അദ്ദേഹം അവതരിപ്പിച്ചത്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന പരാതി സംസ്ഥാന സർക്കാരിനുള്ളപ്പോഴും ക്ഷേമ പദ്ധതികൾ, അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനം അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ പിന്നാക്കം പോയിട്ടില്ല. അതിന് സംസ്ഥാനം മുൻകൈ എടുക്കുന്നു. അത് ആ രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാർ അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. അത്തരം പ്രവർത്തനങ്ങളാണ് നടന്നത്. കേന്ദ്രത്തിനെതിരെ സ്വാഭാവികമായി, കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന തരത്തിൽ സ്വാഭാവികമായുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ ബജറ്റ് പ്രസംഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം എന്ത് മാജിക്, അദ്ദേഹം മാജിക് ഇല്ല എന്ന് പറയുമ്പോഴും തുടർ ഭരണം ഉറപ്പിക്കുന്നതിനുള്ള എന്ത് നിർണായകമായ ഇടപെടലാണ് ബജറ്റിൽ KN ബാലഗോപാൽ ഒളിപ്പിച്ചിരിക്കുന്നത്? അതായത് CPMന്റെ കേന്ദ്ര കമ്മിറ്റി എന്നുകൂടിയാണ്. ഈ രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനത്ത് CPM കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. CPMനിവിടെ ഭരണം നഷ്ടപ്പെട്ടാൽ രാജ്യത്ത് ഒന്നും പാർട്ടി ഭരണത്തിലില്ലാത്ത അവസ്ഥ, ഒരു സംസ്ഥാനത്ത് പാർട്ടി ഭരണത്തിലില്ലാത്ത അവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് രാജ്യത്തെ തന്നെ CPM നേതൃത്വം ഉറ്റുനോക്കുന്ന ബജറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, കേരളത്തിലെ LDF മുന്നണി ഒന്നാകെ ഉറ്റുനോക്കുന്ന ബജറ്റാണിത്. LDFന് തുടർ ഭരണം അവകാശപ്പെടുമ്പോഴും അത് ഉറപ്പിക്കുന്ന നിർണായകമായ ചൂണ്ടുപലകയെ ഈ ബജറ്റിന് വിലയിരുത്താം. ഏതൊക്കെ തരം ക്ഷേമ പദ്ധതികൾ, നേരത്തെ പെൻഷൻ അടക്കം 2000 രൂപയായി സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരം പ്രഖ്യാപനം നടത്തിയതാണ്. 2500 രൂപയാക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായി ആലോചിക്കുന്നുണ്ട്. കാരണം LDFന്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനം പോലും 2500 രൂപ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നുള്ളതായിരുന്നു.